നമുക്കിനി സാരി ബ്ലൗസിന് എങ്ങനെയാണ് ഒരു തുണിയെ മടക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ചുരിദാർ പഠിച്ചിട്ടുള്ളവരായിരിക്കും. ചുരിദാറൊക്കെ 4ആയിട്ടാണ് അല്ലേ, അതായത് ഒരു തുണിയെ നമ്മളിങ്ങനെ ഒരിക്കൽ ഫോൾഡ് ചെയ്യുന്നു, വീണ്ടും അടുത്തൊരു ഫോൾഡിങ് ചെയ്യുന്നു, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ സാരി ബ്ലൗസിന് നമ്മൾ ബാക്ക് വശം പ്രത്യേകിച്ചും ഫ്രണ്ട് വശം പ്രത്യേകിച്ചും അങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫോൾഡാണ് നമ്മൾ സാരി ബ്ലൗസിന് ചെയ്യുന്നത്. അതായത് ഒരു തുണിയെ നമ്മളിങ്ങനെ നിവർത്തിയിട്ടാൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും, ഇത് സെൽവെഡ്ജ് ഭാഗമാണ്. അതായത് കമ്പനി മടക്ക്, കരഭാഗം, തേര് ഭാഗം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയാം. അതായത് ഒരു കട്ടിക്ക് എൻഡിലിങ്ങനെ കട്ടിക്ക് വരുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ഈ കരഭാഗം എന്നാണ്, അതായത് സെൽവെഡ്ജ് ഭാഗം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ തുണിയുടെ നീളം. നമ്മൾ കടയിൽ പോയി 1 മീറ്റർ തുണി മുറിച്ച് വാങ്ങാൻ ചോദിച്ചാൽ അവർ ഈ ഭാഗമാണ് ഇങ്ങനെ ടേപ്പ് വെച്ച് അളന്ന് തരുന്നത്. മുറിച്ച് തരുന്ന ഭാഗമാണ് ഈ തുണിയുടെ വിഡ്ത് അഥവാ വീതി. അതായത് ഓരോ തുണിക്കും ഓരോ വീതികളായിരിക്കും, വീതി വ്യത്യാസം ഉണ്ടാകും. അതേസമയം 1 മീറ്റർ തുണി വാങ്ങിച്ചാൽ അതിൻ്റെ നീളം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സാരി ബ്ലൗസിന് ഒരു തുണി വാങ്ങിയാൽ അതിനെ നമ്മൾ ആദ്യം നല്ല വശം എടുത്ത് നിവർത്തിയിടുക. ഇതിൻ്റെ നല്ല വശമാണ്, അകത്ത് ചീത്ത വശമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽവെഡ്ജ് ഭാഗം, ഞാൻ ഈ സെൽവെഡ്ജ് ഭാഗമാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ സെൽവെഡ്ജിൻ്റെ ഈ ഭാഗം ഓപ്പോസിറ്റുള്ള സെൽവെഡ്ജ് ഭാഗത്തിലേക്ക് കൊണ്ടുവരിക, സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, ഇതിനെ 2ആയിട്ട് മടക്കിയിട്ടു ഞാൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സാരി ബ്ലൗസിന്, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നല്ല 2 വശങ്ങളെ ഒന്നിച്ച് വരത്തക്ക രീതിയിൽ ഈ ഒരു തേര് ഭാഗത്തിനെ ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് തുണി ഇങ്ങനെ മടക്കുക. ഇതാണ് ഫോൾഡിങ് വശം. ഈ വശത്ത് തേര് വശം, അതായത് കരവശം അഥവാ സെൽവെഡ്ജ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു സാരി ബ്ലൗസിൽ തുണി മടക്കുന്നത്. പക്ഷേ നമ്മളൊരു വിത്ത് സാരി ബ്ലൗസിൻ്റെയൊക്കെ തുണി മടക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രിൻറ്റിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ആ പ്രിൻറ്റിനനുസരിച്ച് മാറ്റം വരണം. പക്ഷേ ഒരു പ്ലെയിൻ തുണിയിൽ നമ്മളിങ്ങനെയാണ് മടക്കുന്നത്. ഞാനിങ്ങനെ 1 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്റർ തുണിയാണ്. ഇത് ഈ തുണിയുടെ നല്ല വശവും ഇത് ഈ തുണിയുടെ ചീത്ത വശവുമാണ്. അപ്പോൾ ഈ 2 നല്ല വശങ്ങളെ, അതായത് ഇതാണല്ലോ ഈ തുണിയുടെ നല്ല വശം, ഇത് ഇതിൻ്റെ കരഭാഗം. അപ്പോൾ ഈ നല്ല വശത്തിൻ്റെ കരഭാഗവും ഇതിൻ്റെ മറു സൈഡിലെ ഇത് നല്ല വശം തന്നെയാണ്. അവിടുത്തെ കരഭാഗവും കൂടെ ഒന്നിച്ചിങ്ങനെ വെച്ച് കൊടുത്തു. ഒന്നിച്ചിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ടു. അതായത് ഇതിപ്പോൾ ചീത്ത വശമാണ്, ഇത് ഫോൾഡിങ് ആണ്. ഇത് 2 സൈഡും കരഭാഗമാണ്, ഓപ്പോസിറ്റ് സൈഡ് കരഭാഗമാണ്. ഇത് നല്ല വശം, ഇത് നല്ല വശം. ഞാൻ വരയ്ക്കാൻ പോകുന്നത് ചീത്ത വശം. ഇത് ഇതിൻ്റെ ഫോൾഡിങ് വശം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ തുണി മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. നമ്മൾ ചീത്ത വശത്ത് വെച്ച് മാത്രമേ സാരി ബ്ലൗസിന് വരയ്ക്കാൻ പാടുള്ളൂ. നല്ല 2 വശങ്ങളെ ഒന്നിച്ച് വെച്ചിട്ട് ഈ കരഭാഗം ഇങ്ങനെ വെച്ച് ഫോൾഡിങ് നമ്മളുടെ വശത്താക്കി താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ സാരി ബ്ലൗസിന് വരയ്ക്കുന്നത്. നോടി ഞാൻ പറയുവാണ്, ഇത് ചീത്ത വശം, കരഭാഗങ്ങൾ 2 ഒന്നിച്ച്, ഇത് നല്ല വശം, ഇത് നല്ല വശം, വീണ്ടും ഇത് ചീത്ത വശം. ഇത് ഫോൾഡിങ് വശമാണ്, ഇത് താഴ്വശത്തെ വിട്ടാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ തുണിയെ ആദ്യം മടക്കിയിടുക. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് നമ്മൾ വരയ്ക്കുന്നത് താഴെ നിന്നും മുകളിലേക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് വരയ്ക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക്. എന്ന് വെച്ചാൽ നമുക്ക് ആകെ 1 മീറ്റർ തുണിയാണ് ഈ സാരി ബ്ലൗസ് തയ്ക്കുന്നതിന് വേണ്ടി നമ്മളുടെ കൈവശത്തുള്ളത്. ഈ 1 മീറ്റർ തുണിയിൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് കിട്ടണം, ബാക്ക് കിട്ടണം, പിന്നെ സ്ലീവ് എടുക്കണം, നെക്ക് വേണം, ക്രോസ് പീസ് വേണം, ഇങ്ങനെ എല്ലാം നമുക്ക് ഈ തുണിയിൽ കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ
തുണി ഇടുമ്പോൾ ഒരു ലേശം തുണി പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാനേ പാടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് തുണി ഇങ്ങനെ മടക്കിയിടണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഏതൊരു തുണി കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇതിൻ്റെ എൻഡ് വശം ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ താഴേന്ന് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് താഴ്വശം നമ്മൾ ലെവൽ ചെയ്യുന്നു. അതേസമയം നമ്മളിപ്പം വേറെ എന്തെങ്കിലും മേളിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ മുകൾ വശം ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ ഡ്രസ്സുകളും തയ്ക്കുന്നത്. ഒന്നുകിൽ താഴെ നിന്ന് തയ്ക്കും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് തയ്ക്കും. അങ്ങനെയാണ് പൊതുവേ നമ്മൾ തുണികൾ തയ്ക്കുന്നത്. അപ്പോൾ ഏതൊരു തുണി എന്തിനു വേണ്ടി തയ്ക്കാൻ എടുത്താലും നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ മുകൾ വശം ലെവൽ ചെയ്ത് കൊടുക്കണം, താഴെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ താഴ്വശം ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലെവലാണ്, കണ്ടോ, അത്യാവശ്യം ലെവലുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അത് നമുക്കൊരു ശീലമാകണം. 1/2 ഇഞ്ചോ മറ്റോ ഇട്ട് നമ്മളൊന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ മാർക്കറാണ് തുണി വരയ്ക്കുന്നതിന് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മാർക്കർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചോക്ക് തന്നെ ഉപയോഗിക്കണം. ഇതുപോലത്തെ ചോക്കുകൾ നിങ്ങൾക്ക് പല കളറുകളിലും കിട്ടും. ഇത് നിങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ട സൈഡൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ളത് ആം ഹോളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം ചോക്കുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. പെൻസിൽ ചോക്ക് കിട്ടും, ടൈലറിങ്ങിൻ്റെ തന്നെ ചോക്കാണ്, പെൻസിൽ പോലെ ഇരിക്കും. അതിനെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ലെവലിങ്ങിന് വരച്ചത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റിൽ കട്ട് ചെയ്താലും മതി. പക്ഷേ ഞാനിവിടെ ഇത് ഇട്ടിരുന്നാൽ നിങ്ങൾ വിചാരിക്കും ഇത് തയ്യൽ തുമ്പാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിതാ സിസേഴ്സ് പിടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. 4 വിരൽ ഈ ഒരു വലിയ വട്ടത്തിലാണ് ഈ 4 വിരൽ, സിംഗിൾ ഫിംഗർ ഇതിലും ഇങ്ങനെ വേണം നമ്മൾ സിസേഴ്സ് പിടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും വായ വലിച്ചു തുറന്ന്, എപ്പോഴും സിസേഴ്സിൻ്റെ വായ വലിച്ചു തുറന്ന് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞു. തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സാരി ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എഴുതിയ പേപ്പറാണ്. ഇനി വേണ്ടുന്നത് 3ഉം 4ഉം പേജുകളാണ്. അതായത് നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ 3, 4 പേജുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 1, 2, 3, 4 ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോന്നും പഠിച്ചു പോകാം.